മുംബൈക്ക് പോകും. തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കാൻ സ്മാർട്ട് പദ്ധതിയുമായി സർക്കാർ. ഓൺലൈനിൽ സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സേവനങ്ങൾ ഉപയോഗിക്കാം. വിവാഹ രജിസ്ട്രേഷൻ അടക്കമുള്ള സേവനങ്ങൾ നേരിട്ടെത്താതെ നടപ്പിലാകാമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ജനനം, മരണം, വിവാഹം എന്നിവയിലെ തെറ്റുകൾ തിരുത്താനും ബിൽഡിംഗ് പെർമിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും കെസ്മാർട്ട് ഉപകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അഴിമതി ഒഴിവാക്കാൻ പുതിയ സംവിധാനം ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയെ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള അവരുടെ ശേഷി വിപ്ലവകരമായി മാറ്റിമറിക്കുന്ന ഒരു വളരെ നിർണായകമായ ചുവടുവെപ്പാണ് കെസ്മാർട്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ ലഭ്യമാക്കുന്ന എല്ലാ സേവനങ്ങളും ഇനി മുതൽ വിരൽ തുമ്പിൽ ലഭ്യമാവും എന്നതാണ്. വിവാഹ രജിസ്ട്രേഷന് വധൂവരന്മാരുടെ നേരിട്ടുള്ള സാന്നിധ്യമില്ലാതെ തന്നെ വീഡിയോ KYC ഫീച്ചറിലൂടെ എവിടെയാണോ വധൂവരന്മാരുള്ളത് അവിടെ ഇരുന്ന് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ഡൗൺലോഡ്. ജനനം, മരണം, വിവാഹം എന്നീ രജിസ്ട്രേഷനുകളെല്ലാം ഓൺലൈനിൽ തന്നെ തിരുത്തലുകളും വരുത്താൻ പറ്റും. ബിൽഡിംഗ് പെർമിറ്റാണ് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ GIS സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കുന്നതിലൂടെ ഏറ്റവും വേഗത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ജനങ്ങൾക്ക് കിട്ടും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം രൂക്ഷമായി തുടരുന്നു. സിനഡ് കുർബാന അർപ്പിക്കാനെത്തിയ വൈദികനെ പൂട്ടിയിട്ട് വിശ്വാസികൾ. ആലുവ ചുണങ്ങവലി സെന്റ്